ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി മെട്രോ കയറാൻ പോവാണ്. ഞങ്ങൾ എവിടേക്ക് പോകുന്ന വഴിയെ പറയാം കേട്ടോ. മെട്രോ സ്റ്റേഷനുള്ളിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഷോപ്പ് കണ്ടു കേട്ടോ. ഈ ഷോപ്പിൻ്റെ പേര് ആനിമേ എറ എന്നാട്ടോ. കാരണം ഇവിടെ മൊത്തം ആനിമേ ക്യാരക്ടേഴ്സിൻ്റെ ടോയ്സ് വിൽക്കുന്ന ഒരു ഷോപ്പാണേ. ഞാനൊരു ആനിമേ ലവറൊന്നും അല്ല. എൻ്റെ റൂംമേറ്റ്സൊക്കെ ആനിമേസ് കാണുന്ന ആൾക്കാരാട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർ എന്തൊക്കെയോ മേടിക്കുന്നുണ്ട്. ഞാൻ സൈഡിൽ ഇതിൻ്റെ ഓരോ കീച്ചിൻ്റെ കളർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് അവിടെ ഇരിക്കുന്ന കീച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഭയങ്കര റേറ്റ് ആണ്, ഞാനൊന്നും മേടിച്ചില്ല. അപ്പോൾ നമ്മൾ സ്റ്റേഷൻ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഇനി ഊബർ ആപ്പ് വഴി നമ്മൾ ഓട്ടോ ബുക്ക് ചെയ്യണം. നമ്മൾ ആപ്പ് വഴി ബുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓട്ടോ കാശ് കുറവായിരിക്കും കേട്ടോ. അതാണ് മെയിൻ ഒരു ബെനിഫിറ്റ്. 10-15 മിനിറ്റ് എടുക്കട്ടോ നമുക്ക് അവിടെ എത്താനായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടേക്ക് പോകുന്നത് തന്നെ, ആ സ്ഥലത്ത് പോകുന്നത് തന്നെ. അപ്പോൾ എനിക്ക് ഇതിന് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. ഇവരൊക്കെ പോകാറുണ്ട്, ഇവർക്ക് അറിയാം എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, ഏതൊക്കെയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പ് ഉള്ളതൊക്കെ. അപ്പം ഞാൻ ഈ വീഡിയോയിൽ പഴയ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ അവരോട് ചുമ്മാ പോകുന്നതാണ്, എനിക്ക് പ്രത്യേകിച്ചൊന്നും മേടിക്കാനൊന്നുമില്ല. പിന്നെ കുറേ പേര് എന്ത് പറഞ്ഞു, ഹൈപ്പ് ഇറ്റ് പറഞ്ഞായിരുന്നു. ഇവിടുത്തെ ഭയങ്കര അടിപൊളി സാധനമാണ്, ഭയങ്കര റേറ്റ് കുറവാണ്, എല്ലാ കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്, നമുക്ക് കിട്ടാത്ത സാധനങ്ങളില്ല അവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ത്വര പോയാലോ എന്ന്. അപ്പോൾ അങ്ങനെയാണ് ഇവരോട് ഇറങ്ങിയത്. ഈ പോകുന്ന വഴി കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ നിൽക്കുന്ന ആ ഒരു സൈഡും ഇവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മൾ നിൽക്കുന്ന മീൻസ് ഞങ്ങൾ നിൽക്കുന്ന ആ ഒരു ഏരിയ കണ്ട പട്ടിക്കാട തോന്നും. കാരണം ബാംഗ്ലൂർ തോന്നത്തേ ഇല്ല. പക്ഷെ ഇവിടെ ഈ ഭാഗത്ത് എത്തിയപ്പോൾ ഭയങ്കര ഒരു ബാംഗ്ലൂർ ഫീൽ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം മേടിക്കാൻ വന്നത് വള, മാല, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. അപ്പം ഇവരത് വളൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മേടിച്ച് നമ്മൾ അടുത്ത കടയിൽ പോയേ. ഈ ഒരു കടയുടെ പേര് നോട്ടി എന്നാ തോന്നുന്നു. ഇവിടെ ആണെങ്കിൽ എല്ലാ സാധനത്തും റേറ്റും കുറവാണ്, ഭയങ്കര അടിപൊളി കളക്ഷൻസ് അവൈലബിൾ ആട്ടോ. അപ്പോൾ അനിയത്തിയും മേടിക്കുകയാണെങ്കിൽ കടയിൽ കയറിയതാണ്. അപ്പോൾ അമ്മയെ കോളിൽ കാണിച്ചെടുക്കാം, അമ്മ ഏതൊക്കെ ഡ്രസ്സ് മേടിക്കണം, എന്തൊക്കെ ടൈപ്പ് മേടിക്കണം എന്നൊക്കെ ഞാൻ കാണിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അവിടെ 2-3 ഡ്രസ്സൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അടുത്ത കടയിൽ പോയി. ഈ കടയിലാണെങ്കിൽ കുറേ ടൈപ്പ് പലാസ പാൻറ്റ് കിട്ടോ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, കുറേ വർക്കുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊന്നും മേടിച്ചില്ല, നമ്മൾ അടുത്ത കടയിൽ പോയി കേട്ടോ. അപ്പം നോട്ടിയുടെ വലിയൊരു ഷോപ്പായിരുന്നേ. ഇവിടെയൊക്കെ എല്ലാ ഡ്രസ്സിനും 300 താഴെ റേറ്റ് ഉള്ളത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഈ 2-3 ബനിയനൊക്കെ എടുത്തേ. എനിക്ക് ടീഷർട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 2-3 എടുത്തു. പിന്നെ വെസ്റ്റേൺ വ്യൂസ് കുറേ ഉണ്ട്, ഗേൾസ് പറ്റിയതൊക്കെ. പക്ഷെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു നല്ല കളക്ഷൻ കേട്ടോ. ഞാൻ ഭംഗിയുള്ള ഡ്രസ്സിനൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലാണേ. അല്ലാതെ കീറി പറഞ്ഞ ഡ്രസ്സിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാട്ടോ. 200-150 ആ റേറ്റേ ഉള്ളൂ. പക്ഷെ കാണാൻ ഭംഗിയുള്ള ഡ്രസ്സിനൊക്കെ 500-600 റേറ്റ് ആണ്. അതിനെ പേര് നമുക്കെല്ലാം സ്റ്റുഡിയോന്നോ മാക്സിനൊക്കെ എടുക്കാൻ നമുക്ക് നല്ല ക്വാളിറ്റി തുണി കിട്ടും കേട്ടോ. നമ്മൾ അവിടെ നിന്ന് 2-3 ഡ്രസ്സൊക്കെ മേടിച്ചടുത്ത കടയിൽ പോയി കേട്ടോ. ഞാൻ മെയിനായിട്ട് വന്നത് ഫ്ലവർ ക്ലിപ്പ് മേടിക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കിട്ടി. പിന്നെ ഞാൻ ഈ ഓഫർ ഉണ്ടത്, ഒരു കമ്മൽ മേടിക്കുകയാണെങ്കിൽ നമുക്കൊരു പെയർ കമ്മൽ ഫ്രീ ആട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ 2-3 കമ്മലൊക്കെ എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇങ്ങനത്തെയൊക്കെ ഓഫർ എല്ലാ കടയിൽ വയ്ക്കുക നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ലാഭമാണല്ലോ. നമ്മൾ ഇനി അടുത്ത കടയിൽ പോവുകയാണേ. ഇപ്പോൾ ഞങ്ങൾ വന്ന ദിവസം ഇൻഡിപെൻഡൻസ് ഡേ ആയിക്കൊണ്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇപ്പോൾ അവിടെ എന്തൊക്കെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് കൈകൊണ്ട് ഭയങ്കര ജനങ്ങളുണ്ടായിരുന്നേ. നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ നടന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് നല്ല കട കിട്ടത്തുള്ളൂ കേട്ടോ. നടന്ന് മടുത്തു കേസ്. കാരണം നമ്മൾ ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെ പോകുന്നത് തന്നെ. ഒരു പെട്ടെന്നൊരു പ്ലാനായിരുന്നു. അതിന് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ രാവിലെ. പിന്നെ ഈ ഒരു ഏരിയ അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ മൈ ഫാഷൻ എന്ന കടയിൽ കയറി കേട്ടോ. നല്ല കടയാണ്, കുഴപ്പമൊന്നുമില്ല, കളക്ഷനൊക്കെ ഉണ്ട്. അവിടെ നിന്ന് എന്തൊക്കെയോ മേടിച്ചിട്ട് അടുത്ത കടയിൽ പോയി കേട്ടോ. സാരി ബ്ലൗസും ലൈനിങ് ഒടിക്കാനായിട്ട്. ഞാൻ ശരിക്കും മടുത്തു പോയിട്ടോ. ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല, ഭയങ്കര വിശപ്പാണ്. ഇപ്പോൾ സമയം 2:30 ആവാനായി. 2:30 വിശന്നിട്ട് ഞങ്ങൾ ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ്. അങ്ങനെ ഫൈനലി ഹോട്ടൽ കിട്ടി കേട്ടോ. എങ്ങനെയൊക്കെയോ തപ്പി പിടിച്ച് കിട്ടിയേ. ഇവിടുത്തെ എങ്ങനെയായിരിക്കും ഫുഡ് എന്ന് ഒരു പിടിയില്ല. വെജിറ്റേറിയൻ ഹോട്ടലാണ്, നമുക്ക് നോക്കാം കേട്ടോ. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ് വന്നിരിക്കുകയാണ്. നല്ല അടിപൊളി വെജ് ഫ്രൈഡ് റൈസും മോമോസൊക്കെ ഓർഡർ ചെയ്തു. ഒന്നും വന്നിട്ടില്ല, വരൂ. ഞങ്ങൾക്കാണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ വയ്യ കേട്ടോ. എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഫുഡ് കിട്ടിയ ആ ചിന്ത മാത്രമല്ലേ. ഞാനും ഒരു വെജ് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തേ. പിന്നെ ബാക്കി 2 പേരും മോമോസ് ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ അടുത്ത് ഞാൻ ഓർഡർ ചെയ്ത ഈ ഒരു ഐറ്റമാണ്. ഈ ഐറ്റം ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കാൻ പോകുന്നത്. എനിക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടപ്പെട്ടില്ല കേസ്, ഒട്ടും ടേസ്റ്റിൻ്റെ അറിഞ്ഞില്ല. ആ സോസ് ഇങ്ങനെ മിക്സാക്കി കഴിക്കുമ്പം ആ ഒരു ടേസ്റ്റ് അല്ലാണ്ട് വലിയൊരു ഗുമ്മ തോന്നിയില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. ഈ ഒരു സാധനം ഏത് കടയിൽ പോയി കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങളിപ്പോൾ സാറ്റിസ്ഫൈഡ് അല്ല, കാരണം വയത് അറിഞ്ഞില്ല. ഞങ്ങൾ അവിടെ ഓർഡർ ചെയ്യാൻ വേണ്ടി ഇരിക്കുവാണ്. നല്ല വിശപ്പുണ്ട്.
ഞങ്ങൾ പോയി ദിവസം ഇൻഡിപെൻഡൻസ് ഡേ ദിവസം ആയതുകൊണ്ട് വലിയ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗാനമേള, ഡാൻസ് പരിപാടിക്ക്. എനിക്ക് ഇവരുടെ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. കുറച്ച് ഞാൻ പാട്ട് കേട്ടിരുന്നുണ്ട്. പിന്നെ അവിടെ ഒരു കടയിൽ പോയി അമ്മയ്ക്ക് ബാഗ് മേടിക്കാനായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു ബാഗിന് 2000 രൂപ വിലയായിരുന്നു. അപ്പം ഞങ്ങൾ മലയാള ചേട്ടനായതുകൊണ്ട് പുള്ളിക്കാരൻ 800 രൂപയ്ക്ക് തന്നു കേട്ടോ. നല്ല ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ബാഗായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ലെതർ ടൈപ്പ് ബാഗായിരുന്നേ. അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങൾ അടുത്ത കടയിൽ പോകാട്ടെ. ഇവർക്ക് സൺഗ്ലാസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സൺഗ്ലാസ് നോക്കി നടക്കുവാണെങ്കിൽ അവിടെ നല്ല ഉള്ളതെന്നൊക്കെ. സത്യം പറഞ്ഞാൽ നടന്നിടന്ന് മടുത്തോട്ടോ. ഒടുക്കത്തെ വെയിലും അതുപോലെ തന്നെ ചൂടും. പിന്നെ രാവിലെ ഇറങ്ങിയതായതുകൊണ്ട് നല്ല മടുപ്പുണ്ടായിരുന്നു. പിന്നെ മര്യാദയ്ക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. കാരണം അവിടെയൊക്കെ ഭയങ്കര റേറ്റും കൂടുതലാണ്. പിന്നെ നമുക്കങ്ങനെ നമ്മളെല്ലാം ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് വെച്ച് നമുക്ക് പ്രത്യേകിച്ച് വരെ വയന്ന് അറിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അടുത്ത കടയിൽ പോയി സൺഗ്ലാസ് നോക്കി. പക്ഷെ ഞങ്ങൾക്കൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞങ്ങൾ അതൊന്നും മേടിച്ചില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അടുത്ത കടയിൽ പോയിട്ട് ക്രാബും പിന്നെ കുറച്ച് ക്ലിപ്പൊക്കെ മേടിച്ചു. പിന്നെ സ്ലൈഡോ എന്തൊക്കെയോ ഐറ്റംസ് ഇവർക്ക് എന്തോ മേടിക്കണം. അപ്പോൾ അതൊക്കെ മേടിച്ച് പിന്നെ ഞാൻ ശരിക്കും ടയേർഡായി പോയിട്ടോ. എനിക്ക് മടുത്തു പോയി. ഞാൻ നോക്കിയപ്പോൾ ഒരു ചേച്ചി നല്ല മാങ്ങ ഉപ്പും മുളക് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര കൊതിയായി. അപ്പോൾ ഞങ്ങൾ അതും മേടിച്ച് കഴിച്ചു കേട്ടോ. അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ പോവാണ്. അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ കയറി. ഇപ്പോൾ സമയം 4:30 ആ ഒരു സമയമായി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 5:30 ആകുമ്പോൾ ഹോസ്റ്റലിൽ കയറണം. അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം ഷോപ്പിംഗ് ചെയ്യാൻ തിരിച്ച് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ കയറി കേട്ടോ. ഞങ്ങൾ ഇനി അവിടേക്ക് എത്താൻ ഒരു 10-45 മിനിറ്റ് എടുക്കും. അത്ര സമയം എടുക്കത്തുള്ളൂ. നമ്മൾ 5:45 ആകുമ്പോൾ നമ്മൾ എത്തും. 6 മണിക്കുള്ള ഗേറ്റ് ക്ലോസ് ആക്കും കേട്ടോ, ഹോസ്റ്റൽ ഗേറ്റ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മെട്രോ ഒക്കെ വന്ന് മെട്രോ കയറി. ഭയങ്കര തിരക്കായിരുന്നു. കാരണം ഈ ഞായറാഴ്ച സമയം ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് മെട്രോയിൽ. അപ്പം ഞങ്ങൾക്ക് എങ്ങനെയൊക്കെയോ സീറ്റ് കിട്ടി. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോസ്റ്റലിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഇത്രയുള്ള കുഞ്ഞ് വീഡിയോ. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒക്കെ ചെയ്യണം. ഓക്കെ, ബൈ ബൈ.